ഷൊർണൂർ നഗരസഭയുടെ MCFും RRFുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. വളരെ ഏതാണ്ട് നഗരസഭയിലെ 59 ഹരിതകർമ്മസേന അംഗങ്ങൾ ചേർന്ന് നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നായിട്ട് അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുവന്ന് ആ മാലിന്യങ്ങളെ തരംതിരിച്ച് കൃത്യമായി അതത് സോക്കറ്റുകളിൽ നിക്ഷേപിക്കുക എന്ന പ്രവൃത്തിയാണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. അതുപോലെ ഇവിടെ KSWMPയുടെ ഭാഗമായി നമുക്ക് വെയിങ് മെഷീൻ, അതുപോലെ സോർട്ടിംഗ് മെഷീൻ, സോർട്ടിംഗ് ടേബിൾ, കൺവെയൻസ് ബെൽറ്റ് സംവിധാനം, അതുപോലെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ KSWMP ഒരുക്കി. കുറച്ചുകൂടി സംവിധാനങ്ങൾ KSWMPയുടെ വരാനുണ്ട്. അതുകൂടി വന്നാൽ ഒരു ഫുൾ ഫ്ലഡ്ജഡ് MCF RRF ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്ന സ്ഥിതി ഇപ്പോൾ ഷൊർണൂരിലുണ്ട്. നഗരസഭയുടെ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായി ഈ MCF RRFിൽ തന്നെ നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന നഴ്സറികൾ ഇവിടെ തന്നെ ഉണ്ടാക്കി. ഇവിടെ നിന്നാണ് ഞങ്ങൾ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത് ഇവിടുന്ന് കൊണ്ടുപോകുന്നു, നഴ്സറിയിൽ നിന്ന് കൊണ്ടുപോകുന്നു വെച്ചുകൊണ്ടാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ നമ്മളൊരു കൺസ്ട്രക്ഷൻ്റെ വേസ്റ്റ് ഉപയോഗിച്ച്, ഡിമോളിഷ്ഡ് വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കളക്ട് ചെയ്യാനുള്ള സംവിധാനം, CND വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തി. മാത്രമല്ല, ആ വേസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് വേസ്റ്റിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നതിൻ്റെ ഭാഗമായി ചില ഉദാഹരണങ്ങൾ നമുക്ക് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുള്ളതും നഗരസഭ ഇവിടെ തന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഈ ഉന്തുവണ്ടി പോലെയുള്ള സംവിധാനം അത് പൂർണ്ണമായിട്ടും വേസ്റ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ വേസ്റ്റിനെ എങ്ങനെ ആർട്ടാക്കി മാറ്റാം എന്നതും ഇവിടെ പരീക്ഷിക്കപ്പെട്ടു. ആ പരീക്ഷണവും വിജയകരമാണ് എന്നതുകൂടി നമുക്ക് ഈ അവസരത്തിൽ എടുത്തു പറയാവുന്നതാണ്. മുനിസിപ്പാലിറ്റിയിൽ 33 വാർഡുണ്ട്. അതിൽ ഞങ്ങൾക്ക് 59 പേരാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ. 33 വാർഡിൽ ഞങ്ങൾ 59 പേരും പോകുന്നുണ്ട്. കളക്ട് ചെയ്യാൻ വേണ്ടി പോകും. വീടുകളിൽ കളക്ട് ചെയ്യാൻ പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ സെഗ്രിഗേഷൻ ചെയ്തിട്ട് പോരുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് MCFിൽ കൊടുത്തിട്ടതിന് ശേഷം ഞങ്ങളുടെ ഷോർട്ടിംഗ് ടേബിളാണിത്. ഈ ടേബിളും വെച്ചിട്ട് ഞങ്ങൾ HM, PP, LD, MLP എന്നിവ ഇങ്ങനെ തരം തിരിച്ചിട്ട് നമ്മൾ വെക്കും. എന്നിട്ട് നമ്മൾ ഓരോ ചാക്കിലിടും. പ്ലാസ്റ്റിക് ബോട്ടിൽ, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ, പെറ്റി ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിൽ എല്ലാം തരം തിരിച്ചിട്ട് തകരം എല്ലാം തരം തിരിച്ച് വേറെ ആക്കിയിട്ട് ഞങ്ങളുടെ RRFിൽ കൊണ്ടുപോയിടും. RRF ഉണ്ട് അവിടെ. RRFിൽ കൊണ്ടുപോയിട്ടിട്ട് അവിടുന്ന് ഞങ്ങൾ കയറ്റി അയക്കുകയാണ് ചെയ്യുക. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞങ്ങൾ വീടുകളിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ്റെ വരുമാനം കൂടിയിട്ടാണ് ഞങ്ങൾ സാലറി എടുക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ 59 പേരുണ്ട്. 59 പേർക്കും 10,000 വെച്ചിട്ട് സാലറി കിട്ടുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ തുമ്പൂർമൊഴി. ഇതിനകത്ത് ഞങ്ങൾ ഫുഡ് വേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മേലെ കരിയില ഇടുന്നു. അതല്ലെങ്കിൽ എന്നിട്ടും വളമാവുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇനാക്കുലുണ്ട്, ഇനാക്കുലും ഇടുന്നുണ്ട്. ഇനാക്കുലും ഇട്ടിട്ട് പിന്നെയും പിറ്റേ ദിവസം കിട്ടുന്ന ഫുഡ് വേസ്റ്റ് അതിൻ്റെ മുകളിലിടും. അതിൻ്റെ മുകളിലിട്ട് വീണ്ടും ഞങ്ങൾ കരിയില ഇടും. അങ്ങനെ അടിക്കടിക്ക് അങ്ങനെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ അടിയിൽ വളമായിട്ട് വരും. ആ വളം ഞങ്ങൾക്ക് ചെടികൾക്ക് ഇടുന്നുണ്ട്. ഞങ്ങൾ ഈ വളം ഉപയോഗിച്ചിട്ടാണ് ചെടികൾ വളർത്തുന്നത്. ആ ചെടികൾ വളർത്തിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് വിൽക്കുന്നുണ്ട്. എല്ലാ തരം ചെടികളും ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ കേരളത്തിന് മാത്രമല്ല മറ്റ് ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയാകുന്ന തരത്തിൽ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം ഷൊർണൂരിൻ്റെ പേരിൽ അറിയപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഏകദേശം 6000 സ്ക്വയർ ഫീറ്റിലധികം വിസ്തൃതിയിലാണ് നമ്മുടെ മാലിന്യ സംസ്കരണ കേന്ദ്രം ഇവിടെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം മനോഹരമായൊരു പൂന്തോട്ടവും കുട്ടികൾക്ക് വന്നാൽ വിശ്രമിക്കാനായിട്ടൊരു സ്ഥലവും ഒരു ഊഞ്ഞാലും ഒക്കെ അത് ആകർഷകമാക്കാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു മാലിന്യ സംസ്കരണ കേന്ദ്രമാണ്. അവിടേക്ക് കുട്ടികളും നാട്ടുകാരും താല്പര്യമുള്ള എല്ലാ ആളുകളും എത്തിച്ചേരണം. മാലിന്യം സംസ്കരിക്കപ്പെടാനുള്ളതാണ്, അത് വലിച്ചെറിയാനുള്ളതല്ല എന്നൊരു സന്ദേശമാണ് ഞങ്ങൾക്കിവിടെ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്.